വേനൽ ചൂട് കനത്തതോടെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. വിവിധ പ്രദേശങ്ങളിലെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഈ വർഷവും കടുത്ത കുടിവെള്ള പ്രതിസന്ധി നേരിടുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന പറയമാനം, കാവില്യാട്ട്, മേലിയാട്ട്, ഉടമ്പന്തല, വയലോടി തുടങ്ങിയ പ്രദേശങ്ങളിലെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് കടുത്ത കുടിവെള്ള പ്രതിസന്ധി നേരിടുന്നത്. പഞ്ചായത്തിന്റെ ബീലിച്ചേരി പദ്ധതിയിൽ നിന്നുള്ള കുടിവെള്ള കണക്ഷനാണ് ഇവരുടെ ഏക ആശ്രയം. എന്നാൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രം ലഭിക്കുന്നതും അതും വളരെ ചുരുങ്ങിയ സമയം മാത്രം വിതരണം ചെയ്യുന്നതുമായ വെള്ളം ഈ കുടുംബങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തികയുന്നില്ല. പ്രദേശത്തെ മിക്ക വീടുകളിലും കിണറുകളുണ്ടെങ്കിലും വെള്ളത്തിൽ ഉപ്പുരസവും മറ്റ് അശുദ്ധികളും കലർന്നതിനാൽ ഉപയോഗശൂന്യമാണ്. കുഴൽ കിണറുകൾ കുടിച്ചാലും ഉപ്പുവെള്ളം മാത്രമാണ് ലഭിക്കുന്നത്. കുടിവെള്ളം ലഭിക്കുന്ന ദിവസങ്ങളിൽ മറ്റു ജോലികളെല്ലാം മാറ്റിവെച്ച് കാത്തിരിക്കേണ്ടുന്ന ഗതികേടിലാണ് ഇപ്പോൾ ഈ നാട്ടുകാർ. പല വീടുകളിലും രാവിലെ വെള്ളം ലഭിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. വേനൽ കനക്കുന്നതോടെ എല്ലാ വർഷവും മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ഈ മേഖലയിൽ സ്ഥിതി അതീവ ഗുരുതരമാകാറുണ്ട്. സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം എത്തിച്ചു നൽകുന്നതാണ് നിലവിൽ നാട്ടുകാർക്ക് ലഭിക്കുന്ന ഏക ആശ്വാസം. എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ ഇല്ല, നമുക്ക് സാധാരണ കുടിക്കാൻ വെള്ളം തികയണ്ടേ. അത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവർ 1.5 മണിക്കൂറേ വെള്ളം അടിക്കുന്നുള്ളൂ. ഒരു 2 മണിക്കൂറിലടിച്ചാൽ കുറച്ച് വെള്ളം കൂടുതൽ കിട്ടിയാലോ നമുക്ക് ഉപയോഗിക്കാം. എല്ലാവരും കുടിവെള്ളത്തിന് വേണ്ടിയിട്ടല്ലേ ആഗ്രഹിക്കുന്നു. കുടിവെള്ളം തരുന്നതിനെന്തില്ലേ? 6 മണിക്ക് അവർക്ക് വെള്ളം അടിക്കണ്ട. 6 മണി കഴിഞ്ഞിട്ട് വെള്ളം അടിച്ചാൽ നമുക്ക് നിമിതമായ വെള്ളം കിട്ടൂലേ. അതങ്ങ് ഇതിൻ്റെ പൈപ്പ്, ആ പൈപ്പ് കട്ടാക്കിയാൽ നമുക്ക് വെള്ളം വരും. ആ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്ന ആൾ. നമുക്ക് വെള്ളത്തിന് ആവശ്യത്തിന് വെള്ളത്തിന് എന്തായാലും വെള്ളം നിർബന്ധമാണ് നമുക്കൊരു വീട്ടിൽ. നമുക്ക് അവകാശമാണ് വെള്ളം. അപ്പോൾ ഇത്രയും വെള്ളത്തിന് വേണ്ടി നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നു പറഞ്ഞാൽ വെള്ളം തരുമോ എന്ന് വെച്ചിട്ട് വണ്ടിയിൽ കൊണ്ടുവന്നവർ അത് അവർക്ക് വിതരണം ചെയ്യുമ്പോൾ ഇത്ര വെള്ളം കൊടുക്കണമെന്നുണ്ട്, അത്രയും കിട്ടും. അത് നമുക്ക് കുടിക്കാൻ കഴിയില്ല. ഇപ്പം ദാഹം, വെയിലിൻ്റെ ചൂടെല്ലാവർക്കും അറിയാലോ. അതിനനുസരിച്ച് വെള്ളം കിട്ടാത്തതുകൊണ്ട് നമ്മളെ വിഷമം കൊണ്ട് നമ്മൾ ഇതിനെപ്പറ്റി തൊലയുന്നു, വേറൊന്നുമല്ല. പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണണമെന്നും കുടിവെള്ള വിതരണം എല്ലാ ദിവസവും ഉറപ്പാക്കണമെന്നതുമാണ് ഇപ്പോൾ ഈ പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.